എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ സൈലത്തിൻ്റെ കൂടെ അല്ലേ നമ്മളുടെ യോധ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്ന യോദ്ധാക്കളൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ സൂപ്പറായിട്ട് കഴിഞ്ഞ വർഷം പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് തകർത്ത് നമ്മൾ എഴുതിയതാണ് അല്ലേ? യെസ്. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് 9ാം ക്ലാസ്സിലൊക്കെ ആയി, നമ്മൾ വലിയ കുട്ടികളൊക്കെ ആയില്ലേ? അപ്പോൾ അതിനനുസരിച്ച് കുറേ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് പഠിക്കാനുണ്ട്. 10ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള എവിടെയാണടാ? 9ാം ക്ലാസ്സിലാണ്. കാരണം ഇവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളുടെ ബാക്കിയാണ് നമ്മൾ 10ൽ പഠിക്കണേ അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മൾ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതേണ്ട ആളുകളാണ്. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ്. കാരണം 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ബാക്കിയാണ് നമ്മൾ അടുത്ത വർഷം പഠിക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് ആയിട്ടുള്ള അല്ലേ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാളത്തിൽ അല്ലേ. മലയാളം 2 ഉണ്ടല്ലോ. സാധാരണ വിഷയങ്ങളൊക്കെ ഓരോന്നേ ഉള്ളൂ, പക്ഷെ മലയാളം എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലേ. ഫസ്റ്റ് ലാംഗ്വേജും ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജും ഉണ്ട്. കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും. അപ്പോൾ ഇന്ന് നമ്മൾ അടിസ്ഥാന പാഠാവലിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ. അപ്പോൾ പലപ്പോഴും മലയാളത്തിൽ മാർക്കൊക്കെ കുറയാറുണ്ട്. നമുക്ക് മലയാളം വളരെ ഈസി ആയിട്ടുള്ളൊരു വിഷയമാണ്, എങ്കിൽ പോലും മലയാളത്തിൽ നമുക്ക് മാർക്കൊക്കെ കുറയും. എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് അറിയാമോ? ഒന്ന്, നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ്. മലയാളം അല്ലേ, ഇത് ആർക്കാ പറ്റാത്തെന്നുള്ളൊരു സാധനം. രണ്ടാമത്തെ സാധനം എന്താണ്? നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ എന്ത് ചെയ്യും, പഠിക്കൂല അല്ലേ. നമ്മൾ മാറ്റി വെക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ 90, 95, 99% കുഞ്ഞുങ്ങളും പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അല്ലേ. അപ്പോൾ മലയാളം നമ്മൾ ആകെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഇവിടെ മാത്രമാണ്, മലയാളം ക്ലാസ് മുറികളിൽ മാത്രമാണ്. അപ്പോൾ എന്താണ്, പുതിയ വാക്കുകൾ നമുക്ക് കിട്ടൂല. ഈ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ 40 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ സ്പീഡിലൊക്കെ എഴുതണ്ടേ നമ്മൾ ഈ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ. അപ്പോൾ പുതിയ വാക്കുകളൊന്നും അറിയാത്തതുകൊണ്ട് അല്ലേ സ്പീഡിൽ എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ ഒഴിച്ചിടുകയും ചോദ്യം എഴുതാൻ പറ്റാതാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് മാർക്ക് കുറയുന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഈ വർഷം നമുക്ക് പരിഹരിക്കേണ്ടേ. അടുത്ത വർഷം അല്ലേ 10ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ 9ാം ക്ലാസ് നമുക്കതൊക്കെ സ്കിൽഡ് ആവണം ആ കാര്യത്തിലൊക്കെ അല്ലേ. അക്ഷരത്തെറ്റൊക്കെ ഇഷ്ടം മാതിരിയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂപ്പറായിട്ട് നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ഒരു വർഷം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം അല്ലേ. 3 യൂണിറ്റുകളിലായിട്ട് 9 പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു വർഷം പഠിക്കാനുള്ളത്. അതിലാദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് നടക്കും തോറും തെളിയും വഴികൾ എന്നുള്ളത്. ആദ്യത്തെ യൂണിറ്റാണ് നടക്കും തോറും തെളിയും വഴികൾ എന്നുള്ളതാണ്. 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതുപോലൊരു യൂണിറ്റ് ഉണ്ടാവും അല്ലേ. ആ യൂണിറ്റിൻ്റെ എന്താ പറയുക, തരുന്ന വിഷയവുമായി ബന്ധപ്പെടുന്ന പാഠഭാഗങ്ങളായിരിക്കും നമുക്ക് ആ യൂണിറ്റിൽ പഠിക്കാനുണ്ടാകുക. യൂണിറ്റിൻ്റെ പ്രവേശകമായിട്ടൊരു കഥയോ ഒരു കവിതയോ ഒക്കെ എന്താണ് നമുക്ക് തരും. അതും എന്താണ്, ചോദ്യഭാഗമാണ്. അപ്പോൾ നടക്കും തോറും തെളിയുന്ന വഴികൾ എന്ന് പറയുന്ന യൂണിറ്റ് യാത്രയെക്കുറിച്ചാണ്. സഞ്ചാര സാഹിത്യം, ട്രാവൽ ലിറ്ററേച്ചർ അല്ലേ, യാത്രാവിവരണം, അങ്ങനെ ഒരുപാട് കൃതികളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു സാഹിത്യ മേഖലയാണ് നടക്കും തോറും തെളിയും എന്ന് പറയുന്ന യൂണിറ്റിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇവിടെ 3 പാഠഭാഗങ്ങൾ നമുക്കുണ്ട്. ശാന്തിനികേതനം എന്ന് പറയുന്ന യാത്രാവിവരണമാണ് അല്ലേ, സഞ്ചാര സാഹിത്യ കൃതിയാണ്. എസ്.കെ. പൊറ്റക്കാടാണ് എഴുതിയിട്ടുള്ളത്. എസ്.കെ. പൊറ്റക്കാട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ചിട്ടുള്ള ശാന്തിനികേതനം കാണാൻ വേണ്ടി പോകുന്ന യാത്രയാണ്. ഓക്കെ. ഇനി സ്മാരകം എന്ന് പറയുന്ന വീരാൻകുട്ടി മാഷിൻ്റെ ഒരു കവിതയാണ്. ഈ കവിതയിൽ ഒരു അപ്പൂപ്പൻ താടിയുടെ നിസാരമെന്ന് നമ്മൾ തോന്നുന്ന ഈ അപ്പൂപ്പൻ താടി നടത്തുന്ന യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. 3ാമത്തേത് മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം സിനിമയും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ നോവലും വായിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ നോവലിൽ നമ്മുടെ നജീബ് ഉണ്ടല്ലോ, നമ്മുടെ കഥയിലുള്ള നായകൻ അല്ലേ, മൂപ്പരാദ്യമായി സൗദി അറേബ്യയിലെത്തിയിട്ട് നടത്തുന്ന ഒരു അല്ലേ ഭീകരമായ യാത്രയുടെ അനുഭവമാണ് മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗം. ഇങ്ങനെ 3 പാഠങ്ങളാണ് ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് പദം ഉറച്ചു നാം എന്ന് പറയുന്ന യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. വംശം എന്ന് പറയുന്ന കവിതയാണ്. ദയ എന്ന് പറയുന്ന തിരക്കഥയാണ് അല്ലേ. നമ്മൾ തിരക്കഥ പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ലല്ലോ അല്ലേ. തിരക്കഥയാണ്. തിരക്കഥയിൽ എന്താണ്, ആരുടെ തിരക്കഥയാണ്? ദയ എന്ന് പറയുന്ന സിനിമ അല്ലെ, M.T. വാസുദേവൻ നായർ എഴുതിയിട്ടുള്ള തിരക്കഥയാണ്. രണ്ടാമത്തത് തഥാഗത എന്ന് പറയുന്നതാണ്, ഒരു കഥയാണ്. അശ്വത എഴുതിയ വളരെ മനോഹരമായിട്ടൊരു അമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു പാഠഭാഗമാണ് തഥാഗത എന്ന് പറയുന്നത് കേട്ടോ. 3ാമത്തെ യൂണിറ്റിന്റെ പേര് ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ എന്നാണ്. ഇത് അല്ലേ പ്രധാനമായും ആരോഗ്യത്തെ, മാറുന്ന ഭക്ഷണ സംസ്കാരത്തെ ഒക്കെ കാണിക്കുന്ന വളരെ രസമുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ഇതിൽ രസമുള്ള 3 പാഠഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് എന്താണ്, അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കൃതിയാണ് അല്ലെ. അല്പമൊന്നും അല്ല അല്ലെ,
നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളുകളെ അല്ലെ കണക്കിട്ട് പരിഹസിക്കുന്ന ഒരു പാഠഭാഗമാണ്. അടുത്തത് കിട്ടുമാവൻ എന്ന് പറയുന്ന തകഴിയുടെ വളരെ മനോഹരമായിട്ട് അല്ലെ ഭക്ഷണപ്രിയക്കാരനായിട്ടുള്ള കിട്ടുമാവിൻ്റെ ഒരു കഥയാണ് കേട്ടോ. പിന്നെ ഭക്ഷണവും സംസ്കാരവും അല്ലെ നമ്മൾ മാറുന്ന അല്ലെ നമ്മുടെ ജീവിതത്തെയും ഭക്ഷണ സംസ്കാരത്തെയും ഒക്കെ അടയാളപ്പെടുത്തിയുള്ള ഒരു ലേഖനമാണ് ഭക്ഷണവും ആരോഗ്യവും എന്ന് പറയുന്ന നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ കുറച്ച് ഉപപാഠങ്ങൾ ഈ ഒരു പാഠപുസ്തകത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അല്ലേ നമ്മളുടെ 9ാം ക്ലാസ്സിൽ. ഇത്രയേ ഉള്ളൂ, ആകെ ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയും ചോദ്യങ്ങൾ വരും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പാഠഭാഗത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇത് ഓരോന്നും ആരാ എഴുതിയത്, ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഈ പാഠഭാഗങ്ങളൊക്കെ വരുന്നത് അല്ലേ, എന്തൊക്കെയാണ് ആ കൃതി, സാഹിത്യകാരൻ്റെ ഈ പാഠഭാഗം എഴുതിയ ഓതറിൻ്റെ പ്രത്യേകതകൾ, പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്, ഇനി ഈ പാഠഭാഗത്തുനിന്ന് ഓരോന്നും എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക അല്ലേ, അതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. പിന്നെ ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, കത്ത് അല്ലേ, പത്രവാർത്ത, ഇങ്ങനെ ഒരുപാട് ചോദ്യരൂപങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഘടനകളൊക്കെ നമുക്ക് പഠിക്കണം. ആ ഘടനയിലാണ് ഇതൊക്കെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ സമയമുണ്ട് അല്ലേ. സമയമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷൻ്റെ ആനുവൽ എക്സാമിൻ്റെ തലേന്നല്ല ഇതൊന്നും പഠിക്കേണ്ടത്. നേരത്തെ തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മളതിൽ സ്കിൽഡ് ആവണം അല്ലേ. സ്പീഡിൽ എഴുതാൻ നമ്മൾ പഠിക്കണം, അക്ഷരത്തെറ്റുകൾ കുറയ്ക്കാൻ പഠിക്കണം അല്ലേ. അപ്പോൾ ഇനിയൊന്നും ആലോചിച്ചിരിക്കണ്ട, വേഗം കാണുന്നുണ്ടല്ലോ അല്ലേ, നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല ചൂടുള്ള സമയമാണ്, സൂര്യാഘാതം ഉണ്ടാവുന്നുണ്ട് കുഞ്ഞുങ്ങൾ. ഒരുപാട് വാർത്തകൾ, പാമ്പ് മരണം, കടിച്ച മരണമൊക്കെ ഒരുപാട് നിരവധി അനവധി വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, വെക്കേഷനാണ്, അതൊക്കെ അടിപൊളിയാക്കണം. പക്ഷേ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക, വേഗം തന്നെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ. നമുക്ക് വീണ്ടും കാണാം. ബൈ.